അപ്പോൾ നമുക്കിനി ചെറിയ കയറ്റം ഒന്ന് കയറി നോക്കാം. റൊമ എന്ന് പറഞ്ഞ ബ്രാൻഡ് അറിയാമല്ലോ, ഏകദേശം ഒരു 14 വർഷത്തോളം പഴക്കമുള്ളൊരു ബ്രാൻഡാണ്. ഇപ്പോൾ നമുക്ക് നേരെ പ്രൈസിലേക്ക് കടക്കുകയാണെങ്കിൽ ഇതിൻ്റെ വാഹനം തന്നെ നമുക്ക് പ്രൈസ് ഒരു BLDC ഹബ് മോട്ടറിലാണ് വാഹനം വർക്ക് ചെയ്യുന്നത്. ആൻറ്റി സിസ്റ്റം കൂടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കഴിഞ്ഞു, ഇവിടെ വെച്ച് നിന്നിരിക്കുകയാണ്. ഇനി നമുക്ക് തെല്ലിക്കഴിഞ്ഞാൽ നീങ്ങത്തില്ല. അപ്പോൾ നമുക്ക് ഈ സെയിം കയറ്റം തന്നെ 2 പേരെ വെച്ചും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമസ്കാരം, ഞാൻ റോജൻ. ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് റൊമയുടെ മിനി എന്ന് പറഞ്ഞ വേരിയൻറ്റ് ഇലക്ട്രിക് സ്കൂട്ടറുമായിട്ടാണ്. ഇതൊരു ലോ സ്പീഡ് കാറ്റഗറിയിൽ പെടുന്ന ഇലക്ട്രിക് സ്കൂട്ടറാണ്. ഇപ്പോൾ ലൈസൻസ് ഒന്നും ഇല്ലാത്തവർക്ക് ഓടിക്കാൻ പറ്റുന്ന ഒരു മോഡൽ ഇലക്ട്രിക് സ്കൂട്ടറാണ്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ധാരാളം മോഡലുകളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. റൊമയുടെ തന്നെ ഏകദേശം, റൊമ എന്ന് പറഞ്ഞ ബ്രാൻഡ് അറിയാമല്ലോ, ഏകദേശം ഒരു 14 വർഷത്തോളം പഴക്കമുള്ളൊരു ബ്രാൻഡാണ്. ഇപ്പോൾ ഇതിൻ്റെ തന്നെ നമ്മൾ ഫാൽക്കണ്, മിമ്യു, പിന്നെ അതുപോലെ തന്നെ ഈഗിള്, കുറേ മോഡൽസിൻ്റെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെ വെസ്പ മോഡലിൽ വരുന്ന ഒരു വളരെ ചെറിയ ഒതുങ്ങിയ ഒരു മോഡൽ, എല്ലാവരും ചിലർ ചോദിക്കും ഒതുങ്ങിയ മോഡൽ സ്കൂട്ടേഴ്സ് ഉണ്ടോ, അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയ ഒരു മോഡൽ ഇലക്ട്രിക് സ്കൂട്ടറുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം. വാഹനത്തിൻ്റെ മുമ്പത്തേക്ക് വരുമ്പോൾ പ്രധാന അട്രാക്ഷൻ ഒരു റൗണ്ട് ഹെഡ്ലൈറ്റ് ആണ്. നമ്മുടെ പണ്ട് മുതലേ കണ്ടുവരുന്ന ഒരു ക്ലാസിക് ഡിസൈനിൽ വരുന്ന ഹെഡ്ലൈറ്റ്, ചുറ്റും ക്രോം ഫിനിഷ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ LED ആണ് വരുന്നത്, ഹാലജൻ അല്ല, LED ആണ്. അതുകൊണ്ട് തന്നെ രാത്രിയിലൊക്കെ നല്ല ബ്രൈറ്റായിട്ട് നമുക്ക് വെട്ടം കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മിറർ തന്നെയാണ്. ഇതിപ്പോൾ കാണുന്നത് വെച്ചാൽ ബാക്ക് സൈഡാണ് മിററിൻ്റെ. നമ്മുടെ ഫ്രണ്ട് വശം നോർമലായിട്ട് വരുന്നതും ബാക്കിലും അതേപോലെ തന്നെ ഒരു മിറർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്കിതിൽ മുഖം നോക്കാൻ പറ്റും. അതിൽ അത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു മിറർ ഫിനിഷ് ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതും ക്രോം ഫിനിഷിൽ തന്നെ, കൂടുതലും ക്രോം തന്നെയാണ് ഇതിൻ്റെ പലയിടത്തും കാണാൻ പറ്റുന്നത്. ക്രോം ഫിനിഷിൽ തന്നെയാണ് ഇതിൻ്റെ ആ കമ്പി വരുന്നത്. ഹെഡ്ലൈറ്റിൻ്റെ അവിടെ നിന്ന് താഴേക്ക് വരുമ്പം നമുക്കിവിടെ നമ്മുടെ റൊമയുടെ ബ്രാൻഡ് നെയിം കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ തൊട്ട് താഴേക്ക് നോക്കുമ്പോൾ ഒരു ഗ്രില്ല് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതും ക്രോം ഫിനിഷിലാണ്. ഗ്രില്ലിൻ്റെ 2 സൈഡുകളിലായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാം. ഇൻഡിക്കേറ്ററിനോട് ചേർന്ന് തന്നെ ഒരു ഡേ ടേണിംഗ് ലാമ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ല മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനിലാണ്, ഒരു മൂൺ ലൈറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ നല്ല ഒരു ഭംഗിക്ക് 2 സൈഡിലും ഡേ ടേണിംഗ് ലാമ്പ് നൽകിയിട്ടുണ്ട്. ഇൻഡിക്കേറ്ററിന് അവിടെ താഴേക്ക് വരുമ്പം മഡ്ഗാർഡിലായിട്ട് വീണ്ടും ഒരു ക്രോം ഡിസൈനിലൊരു മെറ്റീരിയൽ നൽകിയിട്ടുണ്ട്. അവിടുന്ന് താഴേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ സസ്പെൻഷൻ കാണാനായിട്ട് സാധിക്കും. ഡുവൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സസ്പെൻഷൻ്റെ അവിടെ നിന്ന് താഴേക്ക് വരുമ്പോൾ നമുക്കിവിടെ ടയർ 310-ൻ്റെ ട്യൂബ്ലെസ് ടയറാണ് സ്കൂട്ടറിന് വരുന്നത്. അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്ക്, ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ്. അതും അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഡിസ്കിൻ്റെ ആണ് സെറ്റ് വന്നിട്ടുള്ളത്. മറ്റ് വാഹനങ്ങളിൽ ഈ ഡിസ്കിൻ്റെ സെറ്റ് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ്. ഇതിൻ്റെ ഡിസ്കിൻ്റെ സെറ്റ് വരുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. അത് ഈ ഒരു മോഡലിന് ഏകദേശം പല സാധനങ്ങളും തലതിരിഞ്ഞാണ് വരുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കുറേ കാര്യങ്ങൾ ഇതുപോലെ ഇപ്പുറത്തെ സൈഡിലേക്ക് മാറ്റുന്നുണ്ട്. അതായത് ഞാൻ ഇപ്പം അതിൻ്റെ സ്വിച്ചിൻ്റെ കാര്യം പറയുമ്പോൾ പറയാൻ പറ്റും. നമുക്ക് സ്വിച്ചിൻ്റേത് സാധാരണ റിവേഴ്സിൻ്റേത് റൈറ്റ് സൈഡിൽ വരുന്നതിന് ഈ ഒരു മോഡൽ വന്നപ്പോൾ അത് ലെഫ്റ്റ് സൈഡിലാണ്. ഏതായാലും നമുക്കത് ആ സൈഡ് വരുമ്പോഴത്തേന് പറയാം. അതുപോലെ തന്നെ മറു സൈഡിലേക്ക് വരുമ്പം നമുക്ക് അലോയുടെ ആ ഒരു പാറ്റേൺ കാണാനായിട്ട് സാധിക്കും. എല്ലായിടത്തും ഒരു സിൽവർ, മെറ്റാലിക്, ക്രോം, അങ്ങനത്തെ കൂടുതലും ആ ഒരു ഫിനിഷാണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത്. അതുപോലെ വാഹനത്തിൻ്റെ സൈഡിലേക്ക് വരുമ്പം സൈഡിലും ക്രോം ഫിനിഷിൽ ഒരു സ്ട്രിപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഒതുങ്ങിയൊരു മോഡൽ വണ്ടിയാണ്. ഇപ്പോൾ സൈഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഒതുങ്ങിയൊരു മോഡൽ വണ്ടിയാണ്. ഇപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് ഒതുങ്ങിയ മോഡൽ വണ്ടിയുണ്ടോ ഹാൻഡിൽ ചെയ്യാനായിട്ട് എളുപ്പത്തിനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം ചൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡലാണ്. എന്നാലും നമുക്ക് ഇവിടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാനാണെങ്കിൽ ഫുട്ബോളിൽ അത്യാവശ്യം ഒരു ഗ്യാസ് സിലിണ്ടറൊക്കെ വെക്കണമെങ്കിലെല്ലാം നല്ല സൗകര്യമായിട്ട് തന്നെ വരും. കാര്യം ഇത് കണ്ടില്ലേ, ഈ ഒരു സൈഡിലാണ് അകത്തോട്ട് കേവ് ചെയ്ത് പോയിരിക്കുന്നത്. കാരണം അത്യാവശ്യം നല്ല രീതിയിലൊരു സാധനമൊക്കെ വെക്കാനൊക്കെയുള്ള സ്പേസ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ബാക്ക് സൈഡിലേക്ക് വരുമ്പം റൊമയുടെ മിനി എന്നുള്ള മോഡൽ നെയിം ഇവിടെ നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് ഒരു സ്റ്റിക്കർ വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് സീറ്റയിലും റൊമ എന്നുള്ള ബ്രാൻഡ് നെയിം കാണാനായിട്ട് സാധിക്കും. തൊട്ട് താഴേക്ക് വരുമ്പം നമ്മുടെ സ്വിംഗ് ഒരു കവർ ചെയ്യാനായിട്ട് ഉള്ള പീസ്, സ്വിംഗ് കവർ എന്ന് പറഞ്ഞ് വരുന്ന പോർഷൻ, അത് ഒരു സെയിം കളർ, വാഹനത്തിൻ്റെ ബോഡി കളറോട് മാച്ച് ചെയ്യുന്ന സെയിം കളറിൽ തന്നെ അത് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയാനായിട്ടുള്ള മറ്റൊരു കാര്യം, നമ്മുടെ ബാക്കിലിരിക്കുന്ന വ്യക്തിക്ക് സാധാരണ കാല് വെക്കാനായിട്ട് ഈ മുകളിലുള്ള ഈ ഒരു പോർഷനിലാണ്, ഫുട്ബോളിനോട് ഫ്രണ്ടിൽ നിന്ന് വരുന്ന ഫുട്ബോളിനോട് ചേർന്നിരിക്കുന്ന ഈ ഒരു പോർഷനിലാണ് ഫുട് റെസ്റ്റ് വരുന്നത്. എന്നാൽ ഈ ഒരു വാഹനത്തിൽ
അഡീഷണലായിട്ട് വേറൊരു ഫുഡ് റെസ്റ്റും കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പുറത്തോട്ട് വരുന്നതാണ്. ഓക്കെ, കണ്ടില്ലേ, ഇതുപോലെ രണ്ട് സൈഡിലും ഫുഡ് റെസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമില്ലാത്തപ്പോൾ നമുക്കത് മടക്കി ഇതുപോലെ വെക്കുകയും ചെയ്യാം. ഇതുപോലെ എക്സ്ട്രാ ആയിട്ട് ഫുഡ് റെസ്റ്റ് ഇതിനകത്ത് വരുന്നുണ്ട്. ആവശ്യമില്ലാത്തപ്പോൾ ഇതുപോലെ മടക്കി നമുക്ക് വെക്കാനും സാധിക്കും. ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു മെറ്റലിൻ്റെ ഹാൻഡിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെറ്റലാണ്. അതുപോലെ തന്നെ ഇത് രണ്ട് ഉപകാരങ്ങളാണ്. ഒന്ന്, നമുക്ക് പിടിച്ചിരിക്കാനും ഗുണം ചെയ്യും. അതുപോലെ തന്നെ ഇത് കുറച്ച് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഉയർന്നാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിലിരിക്കുന്നവർക്കൊരു ബാക്കിലൊരു സപ്പോർട്ടും കൂടിയായിട്ട് ഇത് വർക്ക് ചെയ്യുന്നതാണ്. ബാക്ക് സപ്പോർട്ടിൻ്റെ അവിടെ നിന്ന് താഴേക്ക് വരുമ്പോൾ നമുക്കിവിടെ നമ്മുടെ ബ്രേക്ക് ലൈറ്റ് കാണാനായിട്ട് സാധിക്കും. അതും LED-യിലാണ് വരുന്നത്. ചുറ്റും ക്രോം ഫിനിഷ് നൽകിയിട്ടുണ്ട്. ശേഷം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇൻഡിക്കേറ്റേഴ്സ്, ഫ്രണ്ടിലുള്ള പോലത്തെ തന്നെ ഒരു ഡിസൈനിലുള്ള ഇൻഡിക്കേറ്റേഴ്സാണ് വരുന്നത്. രണ്ട് സൈഡിലും ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വരുമ്പോൾ വീണ്ടും ഇവിടെ ഒരു ക്രോം ഫിനിഷ് നൽകിയിട്ടുണ്ട്. ഇത് ശരിക്കും നമ്മുടെ ഈ ഒരു നെയിം ബോർഡിന് വരുന്ന ഒരു ലൈറ്റാണ് ഇതിനടിയിൽ കൂടെ വരുന്നത്. അപ്പോൾ അത് നമ്മുടെ രാത്രിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെഡ് ലൈറ്റ് ഓൺ ആക്കുമ്പം അതിനോടൊപ്പം തന്നെ ഇവിടെ ഒരു ലൈറ്റ് ഓൺ ആകുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇത് നെയിം ബോർഡാണ്. കാരണം ഇതിപ്പോൾ രജിസ്ട്രേഷൻ ഇല്ലാത്ത വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്പർ പ്ലേറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. അതിന് പകരം ബ്രാൻഡ് നെയിം വെച്ചിട്ടുള്ള ഒരു നെയിം ബോർഡാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ അതിനെ ലൈറ്റ് അപ്പ് ചെയ്യാനായിട്ട് ഇതിനടിയിൽ നിന്നൊരു ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സൈഡിലായിട്ടൊരു റിഫ്ലക്ടർ, രണ്ട് സൈഡിലും ഒരു റിഫ്ലക്ടറും ഇവിടെ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലാണ് ഇതിൻ്റെ വീലിനോട് ചേർന്നാണ് മോട്ടർ വരുന്നത്. BLDC ഹബ് മോട്ടറിലാണ് വാഹനം വർക്ക് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ മോട്ടർ. മോട്ടറിനോട് ചേർന്ന് തന്നെ നമുക്ക് ബാക്കിലത്തെ ബ്രേക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ബാക്കിൽ ഡ്രം ബ്രേക്കിലാണ് വരുന്നത്. അതുപോലെ തന്നെ ബ്രേക്കിന് തൊട്ട് മുകളിലോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതിൻ്റെ സസ്പെൻഷൻ കാണാൻ പറ്റും. സസ്പെൻഷൻ എന്ന് വെച്ചാൽ റിയർ സസ്പെൻഷൻ. നമുക്ക് സ്റ്റിഫ്നെസ്, അതിൻ്റെ ആ ഒരു സ്ട്രെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഓരോ സ്റ്റെപ്പായിട്ട് ഇതിൻ്റെ സ്ട്രെങ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അത്രയിൽ സസ്പെൻഷനാണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിലുള്ള പോലെ തന്നെ 310-ൻ്റെ ട്യൂബ്ലെസ് ടയറാണ് ബാക്കിലും വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് സ്റ്റാൻഡും കാണാൻ സാധിക്കും. അതായത് സെൻറ്റർ സ്റ്റാൻഡും വരുന്നുണ്ട്, സൈഡ് സ്റ്റാൻഡും വരുന്നുണ്ട്. ഇത് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം ചില വാഹനങ്ങളിൽ ഇപ്പോൾ വരുന്നതിന് സെൻറ്റർ സ്റ്റാൻഡ് പൊതുവെ വരാറില്ല, സൈഡ് സ്റ്റാൻഡ് മാത്രമായിരിക്കും വരുന്നത്. എന്നാൽ ഇതിൻ്റെ കേസിൽ രണ്ടും ഉണ്ട്. അപ്പം ആ ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. ഇത് സൈഡ് സ്റ്റാൻഡും വരുന്നുണ്ട്, സെൻറ്റർ സ്റ്റാൻഡും വരുന്നുണ്ട്, രണ്ടും ഇതിനകത്ത് വരുന്നുണ്ട്. സ്കൂട്ടറിൻ്റെ ഹാൻഡിലിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഡിം ലൈറ്റ് സ്വിച്ച്, അതുപോലെ തന്നെ ഹോണിൻ്റെ സ്വിച്ച്, തൊട്ട് താഴെയായിട്ട് ഇൻഡിക്കേറ്ററിൻ്റെ ബട്ടണ്, അതിനോട് ചേർന്ന് തന്നെ റിവേഴ്സ് ബട്ടണ്, ഇത്രയുമാണ് ലെഫ്റ്റ് സൈഡിലെ കൺട്രോൾസ് ആയിട്ട് വരുന്നത്. പിന്നെ സെൻട്രലായിട്ട് നമ്മുടെ മീറ്റർ യൂണിറ്റ് വരുന്നുണ്ട്. അപ്പം മീറ്ററിലേക്ക് നോക്കുമ്പം LED മീറ്ററാണ് വരുന്നത്. ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൽ ഫോൾട്ട് ഇൻഡിക്കേറ്റേഴ്സും എല്ലാം ഓണായി വരുന്നത് കാണാം. വണ്ടി ഓൺ ചെയ്യുമ്പോൾ ആദ്യം ഒരു പാർക്ക് മോഡിലായിരിക്കും വരുന്നത്. അതായത് നമ്മളറിയാതെ സൗണ്ട് ഇല്ലാത്തതാണല്ലോ ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്ക് ഈ സൗണ്ട് ഇല്ലാതെ നമ്മളറിയാതെ ആക്സിലേറ്റർ കൊടുത്ത് മൂവ് ആകാതിരിക്കാൻ പാർക്ക് മോഡ്, ഒരു സേഫ്റ്റി മോഡാണത്. അപ്പോൾ പാർക്ക് മോഡിൽ നിന്ന് മാറ്റാനായിട്ട് നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പം ഇവിടെ പാർക്കിൻ്റെ ഒരു ബട്ടൺ, സാധാരണ നമ്മുടെ സ്കൂട്ടറുകളിൽ സ്റ്റാർട്ട് ബട്ടൺ വരുന്ന പോലെ തന്നെ ഇവിടെ പാർക്ക് ബട്ടനാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പാർക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ആ പാർക്ക് മോഡിൽ നിന്ന് റിലീസായിട്ട് 00 എന്ന് ഇവിടെ വന്നിരിക്കുന്നത് കാണാം. ഇനി ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഓണാണ്. കണ്ടില്ലേ? ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇത് ഓണാക്കി ഓടിക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് ഹെഡ് ലൈറ്റിൻ്റെ സ്വിച്ച്. ഇതിൽ ഫസ്റ്റ് മോഡ് ഇടുമ്പോൾ ഡേ ടേണിംഗ് ലാമ്പിൻ്റെ ഒരു ഞാൻ നേരത്തെ കാണിച്ച മൂൺ ലൈറ്റ് പോലെ വരുന്ന ആ ഡേ ടേണിംഗ് ലാമ്പ് ഓണാക്കാനുള്ള ബട്ടനാണ്. ശേഷം ഒന്നുകൂടി ഈ ബട്ടൺ തന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഹെഡ് ലൈറ്റ് ഓൺ ആവുന്നതാണ്. ഹെഡ് ലൈറ്റിൽ ഇവിടെ ഡിമ്മും ബ്രൈറ്റും. ഇത്രയുമാണ് ഇതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും വരുന്നത്. പിന്നെ റിവേഴ്സ് എടുക്കുന്ന കാര്യം, റിവേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ ഈ റിവേഴ്സ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ആക്സിലേറ്റർ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ വണ്ടി റിവേഴ്സിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഡിസ്പ്ലേയിൽ നമുക്ക് എന്തൊക്കെയുണ്ടെന്നുള്ളത് നോക്കാം. ഇവിടെ നമ്മുടെ ചാർജിൻ്റെ ഇൻഡിക്കേറ്റർ കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ 4 കട്ട കാണും. ഇതിലിപ്പോൾ ഓരോന്നായിട്ട് മാഞ്ഞ് പോയിട്ടായിരിക്കും. നമ്മൾ ഓടിക്കുമ്പോൾ ആദ്യം ഒരു കട്ടമായും പിന്നെ 2മായും 3മായും അങ്ങനെയാണ്. ഏറ്റവും അവസാനം ഈ റെഡ് മാത്രമാകുമ്പോഴാണ് ചാർജ് തീരാൻ പോകുന്ന കണ്ടീഷനിലേക്ക് എത്തുന്നത്. പിന്നെ ഇത് പാർക്ക് മോഡ്. പാർക്ക് നമുക്ക് റിലീസ് ചെയ്യാൻ ഇങ്ങനെ ബ്രേക്ക് പിടിച്ച് വിടുകയോ അല്ലെങ്കിൽ പാർക്ക് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പാർക്കിൽ നിന്ന് റിലീസ് ആവുന്നതാണ്. അപ്പോൾ ഇവിടെ റെഡി എന്ന് പറഞ്ഞ് വരും. ആ സമയത്ത് നമുക്കിപ്പോൾ കൈ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി മൂവ് ആവും. പിന്നെ വാഹനം ഓൺ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യുന്നുണ്ട് ആദ്യം കുറേ ഐക്കൺസ് ഇവിടെ കാണാം. മോട്ടർ, ആക്സിലറേറ്റർ, അതുപോലെ തന്നെ
ECU അതെന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. തൊട്ട് താഴെയായിട്ട് ഇതിൻ്റെ ടോട്ടൽ റൺ ചെയ്ത കിലോമീറ്ററാണ് പിന്നെ വരുന്നത്. ഇതിപ്പോൾ 60 വോൾട്ടിൻ്റെ വാഹനമാണെന്ന് വരും. അതിനുശേഷം ടോട്ടൽ വാഹനം റൺ ചെയ്ത കിലോമീറ്റർ വരും. അതിനുശേഷം പിന്നെ വരുന്നത് ഒരു ട്രിപ്പ് മീറ്ററിലേക്കാണ് പോകുന്നത്. ഇതിപ്പോൾ ട്രിപ്പ് മീറ്ററാണ്. നമ്മൾ ഓരോ വാഹനം കീ ഇട്ടതിന് ശേഷം എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളത് ഇവിടെ വരും. ഓരോ തവണ കീ ഓഫ് ആക്കുമ്പോഴും ഈ ഒരു മീറ്റർ റീസെറ്റ് ആവുന്നതാണ്. മെയിൻ മീറ്റർ അവിടെ കിടക്കുന്നതാണ്. പിന്നെ ഇത് വാഹനത്തിൻ്റെ വോൾട്ടേജാണ്, ബാറ്ററി വോൾട്ടേജ്. ഇപ്പം 64 വോൾട്ടാണ് വാഹനത്തിൻ്റെ ബാറ്ററിയിലുള്ള വോൾട്ടേജ്. അത് നമ്മൾ വാഹനം ഓടിക്കുന്നതനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ബാക്കി നമുക്കിതുപോലെ സാധാരണ പോലെ തന്നെ നമ്മുടെ ഹെഡ് ലൈറ്റിൻ്റെ ഡിമ്മും ബ്രൈറ്റിൻ്റെ ഇൻഡിക്കേഷൻസ്, പാർക്ക് ലൈറ്റ് ഓൺ ആയിരിക്കുന്നതിൻ്റേത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇൻഡിക്കേറ്റർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ മീറ്റർ യൂണിറ്റിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. മീറ്ററിൻ്റെ താഴേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ഹുക്ക്, സാധനങ്ങളൊക്കെ തൂക്കിയണമെങ്കിൽ അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു ഹുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ബോക്സ് കാണാനായിട്ട് സാധിക്കും. ഇത് ചെറിയൊരു ബോക്സാണ്, 2 സൈഡിലായിട്ട്. ഇത് ചെയ്സ് വരുന്നതാണ് ഇതിൻ്റെ കൂടെ. അതുകൊണ്ട് തന്നെ 2 സൈഡിലായിട്ട് ചെറിയൊരു സ്റ്റോറേജാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 സൈഡിലായിട്ട് ചെറിയൊരു സ്റ്റോറേജാണ് വരുന്നത്. ഇനി നമ്മുടെ വാഹനത്തിൻ്റെ കീയിലേക്ക് നോക്കുമ്പം 2 റിമോട്ടും 2 കീയുമാണ് വരുന്നത്. വാഹനത്തിൻ്റെ കീയുടെ ഈ സെൻട്രിൽ കാണുന്ന ബട്ടൺ 2 തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കൂട്ടർ ഓൺ ആവുന്നതാണ്. അപ്പോൾ നമുക്ക് താക്കോൽ ഇടാതെ തന്നെ, കീ ഇട്ടിട്ടില്ല, കീ ഇടാതെ തന്നെ നമുക്ക് വാഹനം ഓടിക്കാവുന്നതാണ്. ശേഷം നമുക്ക് വീണ്ടും കീയിലേക്ക് വരുമ്പം നമുക്കിവിടെ ഇതിൻ്റെ അൺലോക്ക് ബട്ടണുണ്ട്. ഇതിലൊരു തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കൂട്ടർ ഓഫ് ആകുന്നതാണ്. അതുപോലെ തന്നെ റിമോട്ടിൽ അടുത്തൊരു ഓപ്ഷനാണ് ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ. നമുക്ക് ഈ ഒരു ലോക്കിൻ്റെ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കൂട്ടർ ലോക്ക് ആയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒന്ന് സ്കൂട്ടർ എടുക്കാൻ ശ്രമിച്ചാൽ ലോക്കായിരിക്കുകയാണ്. എന്ന് പറയുമ്പം വീല് നമുക്കിനി കറങ്ങാൻ പറ്റത്തില്ല. ഇത് മാഗ്നറ്റിക് ലോക്ക് ആവുകയാണ്. പിന്നെ കണ്ടിന്യൂ ഇതുപോലെ അലാം അടിക്കുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഇവിടെ ഒരു കീയുടെ ഇടാനൊരു പോർട്ടുണ്ട്. ഇവിടെ ചെന്ന് ജസ്റ്റ് ഒന്ന് കീ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ സീറ്റ് തുറക്കാൻ പറ്റുന്നതാണ്. ഒരു വലിയൊരു സ്റ്റോറേജ് സ്പേസ് ഒന്നുമില്ല. നമ്മുടെ ചാർജറും അത്യാവശ്യ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയുള്ള ഒരു സ്പേസ്, അത്രയാണ് ഇവിടെ സ്പേസ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ മുകളിലായിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ബ്രേക്കർ കാണാൻ സാധിക്കും. അത് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്തെങ്കിലും ഒരു ഫോൾട്ടോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ ട്രിപ്പായി കിടക്കുന്നതാണ്. അല്ലാത്ത പക്ഷം നമുക്കിത് ഓൺ ചെയ്തിട്ട് ഓടിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ബോർഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ നമുക്കൊരു അടപ്പ് കാണാൻ സാധിക്കും. ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെയായിട്ട് നമുക്ക് ബാറ്ററി കാണാം. ഈ വാഹനം വരുന്നത് ലെഡ് ആസിഡ് ബാറ്ററിയിലാണ്. പല ബാറ്ററി സ്കീമിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ ഇന്നിപ്പം ടെസ്റ്റ് ഡ്രൈവ് എടുക്കുന്ന വണ്ടിയുടെ വരുന്നത് ലെഡ് ആസിഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഗ്രാഫീൻ സീരീസിലെ സൂപ്പർ ഗ്രാഫീൻ എന്ന് പറഞ്ഞിറങ്ങുന്ന 32Ah ബാറ്ററിയാണ്. അപ്പം ബാറ്ററികളെ പറ്റി ഞാനൊരു പ്രത്യേക ഒരു വീഡിയോ എന്തായാലും ഞാൻ എടുക്കാം. കാര്യം ഇപ്പം ധാരാളം ബാറ്ററി സ്കീമുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ലിത്തിയത്തിൽ തന്നെയാണെങ്കിൽ കുറേ ഐറ്റംസ് വരുന്നുണ്ട്. ലിത്തിയം ഫോസ്ഫേറ്റ്, ലിത്തിയം അയോൺ, അതുപോലെ ലിത്തിയം ടൈറ്റനേറ്റ്. പിന്നെ ഈ ലെഡ് ആസിഡ് ബാറ്ററിയിൽ നോർമൽ ലെഡ് ആസിഡ് അല്ലാതെ പ്രീമിയം ബ്ലാക്ക് ഗോൾഡ് എന്ന് പറഞ്ഞ് വരുന്നതുണ്ട്. അതുപോലെ തന്നെ ഗ്രാഫീൻ സീരീസിൽ നോർമൽ ഗ്രാഫീന്, സൂപ്പർ ഗ്രാഫീന്, അതും പല കാറ്റഗറി വരുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് കണ്ട് നമുക്കൊരു ഗ്രീൻ, ടോപ്പ് ഗ്രീൻ വരുന്നത്, അതുപോലെ തന്നെ റെഡ് വരുന്നതുകൊണ്ട്, ഫുൾ ബ്ലാക്കിൽ വരുന്നതുണ്ട്. ഇതൊക്കെ ഓരോ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കപ്പാസിറ്റിയിലും അതിൻ്റെ ആ ഒരു പെർഫോമൻസിലും വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ വണ്ടി വിലയിലും വേരിയേഷൻ വരുന്നുണ്ട്. ഇപ്പം ഏറ്റവും ടോപ്പ് നിൽക്കുന്ന ലെഡ് ആസിഡിൻ്റെ സീരീസിലെ ഗ്രാഫീൻ സീരീസിലെ ഏറ്റവും ടോപ്പ് നിൽക്കുന്നതാണ് ഈ ഗ്രീൻ, ഏറ്റവും ടോപ്പിൽ വരുന്നത്. ഇതിൻ്റെ തന്നെ റെഡിൻ്റെ തൊട്ട് താഴെ റെഡ് വരുന്നുണ്ട്, അതിൻ്റെ തൊട്ട് താഴെ ബ്ലാക്ക് വരുന്നുണ്ട്. അപ്പോൾ ഓരോന്നും കുറയുന്നതനുസരിച്ച് ഇതിൻ്റെ പ്രൈസ് കുറഞ്ഞു വരും. അപ്പോൾ ഈ പ്രൈസ് വേരിയേഷൻ ചിലടത്ത് നോക്കുമ്പോൾ പ്രൈസ് വേരിയേഷൻ കാണാൻ പറ്റും നമുക്ക്. ഇപ്പോൾ ഈ വാഹനം തന്നെ നമുക്ക് നേരെ പ്രൈസിലേക്ക് കടക്കുകയാണെങ്കിൽ ഇതിൻ്റെ വാഹനം തന്നെ നമുക്ക് പ്രൈസ് ഒരു 65, 66, 67, 68 ഇങ്ങനെയുള്ള പ്രൈസ് റേഞ്ചിൽ വേരിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കുറവ് റേഞ്ചിൽ വരുമ്പോഴത്തേക്കിന് ഏറ്റവും കുറഞ്ഞ ബാറ്ററി ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഉപയോഗിക്കുന്ന ബാറ്ററി വെച്ചൊക്കെ ആണെന്നെങ്കിൽ ഏകദേശം ഒരു 68 ആ റേഞ്ചിലൊക്കെ വണ്ടിയുടെ വില കൂടുന്നതാണ്. അപ്പം ഏതാണ് നമ്മൾ എടുക്കുന്ന ബാറ്ററി അതനുസരിച്ചായിരിക്കും വാഹനത്തിൻ്റെ വില ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്കൂട്ടറിൻ്റെ ചാർജിങ് പോർട്ടിലേക്ക് വരുമ്പം ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യുക. ഇപ്പം എത്ര നേരം എടുക്കുമെന്നുള്ള ചാർജിങ് ടൈം ഒക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ബാറ്ററി അനുസരിച്ചാണ്. ഇപ്പോൾ ലെഡ് ആസിഡ് ബാറ്ററി ഒക്കെ ആണെങ്കിൽ 7-8 മണിക്കൂർ റേഞ്ചിലായിരിക്കും. അതുപോലെ തന്നെ ലിത്തിയം ബാറ്ററി സീരീസ് ഒക്കെ ആണെങ്കിൽ ഒരു 3-4 മണിക്കൂറായിരിക്കും. അപ്പോൾ ഏത് ബാറ്ററി വേണമെങ്കിലും ഇതിൽ നമുക്ക് സ്യൂട്ട് ആവുന്നതാണ്. അപ്പോൾ ഇടുന്ന അനുസരിച്ച് ആ ബാറ്ററിയുടെ പ്രൈസ് അനുസരിച്ച് നമ്മുടെ വണ്ടിയുടെ വില മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കും. ആ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. പിന്നെ അതുപോലെ ചാർജിങ് ടൈം, ലിത്തിയം ബാറ്ററി ആകുമ്പോൾ ചാർജിങ് ടൈം കുറവായിരിക്കും. ഇതുപോലെ തന്നെ ലെഡ് ആസിഡ് ബാറ്ററി സീരീസ് ആകുമ്പോൾ ചാർജിങ് ടൈം കൂടുതലായിരിക്കും. അത്രയുമാണ് ആ കാര്യത്തിൽ പറയാനായിട്ടുള്ളത്.
നമുക്കിനി വണ്ടിയുടെ റിവേഴ്സ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് കീ ഇട്ടു, വണ്ടി ഓൺ ചെയ്തു. ഈ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ആക്സിലേറ്റർ കൊടുക്കുക. റിവേഴ്സ് അത്യാവശ്യം നല്ല രീതിയിൽ റിവേഴ്സ് പോകുന്നുണ്ട്. കൺട്രോൾഡ് സ്പീഡാണ്, ഓവർ സ്പീഡ് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പുറകോട്ട് കൂടുതൽ സ്പീഡിൽ പോയി ബാലൻസ് പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട. ഇനി നമുക്കിതിൻ്റെ ലോക്കും കൂടി, ആൻറ്റി തെഫ്റ്റ് ലാമ്പിൻ്റെ സിസ്റ്റം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഞാൻ ഈ ലോക്ക് ബട്ടണിലൊന്ന് ഞെക്കി. അപ്പം വണ്ടി ഇപ്പോൾ ലോക്കായിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതിപ്പോൾ ആരെങ്കിലും ഒന്ന് തള്ളാൻ ശ്രമിക്കുകയാണെങ്കിൽ കഴിഞ്ഞു, ഇവിടെ വെച്ച് നിന്നിരിക്കുകയാണ്. ഇനി നമുക്ക് തെല്ലിക്കഴിഞ്ഞാൽ നീങ്ങത്തില്ല. വീല് മാഗ്നറ്റിക് ലോക്ക് ആയിരിക്കുകയാണ്, അലാമും അടിക്കുകയാണ്. ഇങ്ങനെയാണ് ലോക്കിൻ്റെ സിസ്റ്റം വരുന്നത്. അപ്പോൾ നമുക്കിനി ഒരു ചെറിയൊരു കയറ്റം കയറുന്ന ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കയറ്റമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഞാനതൊന്ന് കയറ്റി നോക്കുവാണ്. ഈ വണ്ടിക്ക് മറ്റു വണ്ടികളെ പോലെ മോഡ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒറ്റ മോഡിലാണ് പോകുന്നത്. ഏതായാലും നമുക്ക് ഇതിലെങ്ങനെയുണ്ട് കയറ്റം കയറാൻ എന്നുള്ളത് നമുക്ക് നോക്കാം. നല്ല സുഖമായിട്ട് തന്നെ കയറി പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല, അത് തന്നെ സുഖമായിട്ട് കയറി പോകുന്നുണ്ട്. നല്ല സ്മൂത്തായിട്ട് തന്നെ കയറി പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ലാഗ് ചെയ്യുകയോ ഒന്നുമില്ല. എനിക്കിപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഏകദേശം 96 കിലോ ആണ് എൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 100 കിലോ ആവറേജ് വരയ്ക്കുന്ന ആൾക്കാണെങ്കിൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പം ഇതുപോലെ നമുക്ക് ഒരു അത്യാവശ്യം 2 പേരെ വെച്ച് കഴിഞ്ഞാലും ഈ ഒരു കയറ്റമൊക്കെ സുഖമായിട്ട് കയറും. ഇതിലും വലിയ കയറ്റമാണെങ്കിലും എങ്ങനെയുള്ള സിംഗിളിൽ നമുക്ക് സുഖമായിട്ട് കയറാമെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സെയിം കയറ്റം തന്നെ 2 പേരെ വെച്ചും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമ്മളിന്നിപ്പോൾ നമ്മുടെ ഫ്രണ്ട് വണ്ടി എടുക്കും, ഞാൻ പുറകിൽ ഇരുന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അത്യാവശ്യം നല്ല സുഖമായിട്ട് തന്നെ കയറ്റം കയറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സുഖമായിട്ട് തന്നെ വണ്ടി കയറ്റം കയറി പോയിരിക്കുകയാണ്. അപ്പോൾ 2 പേരെ വെച്ചും അത്യാവശ്യം നല്ല കയറ്റങ്ങളൊക്കെ വണ്ടി എടുക്കുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളായിരുന്നു. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.